നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചേലക്കരയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. തോന്നൂർക്കര അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപം ചേലത്തൊടി ഭാഗത്താണ് രാത്രി 7 മണിയോടെ 3 കാട്ടാനകൾ ഇറങ്ങിയത്. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് ആനകളെ കണ്ടതോടെ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 3 ആന ഈ പ്രദേശത്ത് ഒരു 5:30-ക്ക് ശേഷം വന്നു നിൽക്കുകയാണ്. ജനങ്ങളെ വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഓടി വരികയും ഫോറസ്റ്റ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് പരമാവധി ദൂരേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫോറസ്റ്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ KSEBയുടെ ഒരു അനാസ്ഥ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ തന്നെ പല സ്ഥലങ്ങളിലും കേബിള് വലിച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു സാമാന്യ മര്യാദയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു കടപ്പാടുണ്ടോ അത് ചെയ്യേണ്ടതാണ്. മാസങ്ങളായി പല പ്രാവശ്യം പറഞ്ഞിട്ടും KSEB അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ആന സ്ഥിരമായി ഇറങ്ങുന്ന ഈ പ്രദേശത്ത് മുഴുവൻ പോസ്റ്റുകളിലും നമ്മൾ ലൈറ്റ് വന്നിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് കത്താത്തതിൻ്റെ കാര്യം ഒരു മരച്ചില്ല ഒരു മരത്തിനോടുകൂടി നിൽക്കുന്നു എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ്. പല പ്രാവശ്യവും നമ്മൾ നേരിട്ടും അത് ഫോണിലൂടെയും അവിടെ ചെന്നും പറഞ്ഞിട്ടും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ KSEB ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയുകയല്ല, മറിച്ച് അവർക്ക് ആളില്ല, ജീവനക്കാരുടെ കുറവ്, അങ്ങനെ പല കാരണങ്ങളും പറയുകയാണ്. പക്ഷേ ഇത്രയും പേടിച്ച് ഇരുണ്ട് ഇരിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ ഒന്ന് വെളിച്ചം കാണാനെങ്കിലും ഒരു സൗകര്യം ഈ KSEBയുടെ ഉദ്യോഗസ്ഥർ മനസ്സ് കാണിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് വാട്ടർ അതോറിറ്റി. ജനങ്ങൾ പല സ്ഥലങ്ങളിലും റോഡ് പുതിയതായി പണിത സ്ഥലങ്ങളിൽ മാസങ്ങളോളം വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി പോവുക. അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ്. എന്നിട്ട് നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ലേ എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ നിസ്സായരാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പണിതതിൻ്റെ പണം തിരിച്ചു കൊടുക്കാൻ ജോലിക്കാർക്ക് കൊടുക്കാൻ, കരാറുകാർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പണിയാൻ തയ്യാറാവാതെ ഇരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ എന്തു തന്നെ ആയാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടിയും അത് ജനങ്ങളെ ഈ ബുദ്ധിമുട്ട് കാണണം, മറ്റുള്ള അധികാരികൾ, എൻ്റെ മുകളിലുള്ള അധികാരികൾ കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചേലക്കര തോന്നൂർക്കര മേഖലയിൽ വീണ്ടും കാട്ടാനപ്പേടി വിതച്ച് 3 അംഗ കാട്ടാനക്കൂട്ടമിറങ്ങി. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള ചേലത്തൊടി ഭാഗത്താണ് നാട്ടുകാർ കാട്ടാനകളെ കണ്ടത്. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്ത് വീണ്ടും വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം പ്രദീപ് നമ്പ്യാത്ത്, മുൻ അംഗം നിർമ്മല, സത്യൻ എന്നിവരും വനപാലകരും സ്ഥലത്തെത്തി. ടോർച്ചുകൾ തെളിച്ചും പടക്കം പൊട്ടിച്ചും ആനകളെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തി.